സലാംക്ക് നമസ്കാരം. നമസ്കാരം. അതായത് നാളെ നമ്മുടെ മാളയിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. മാള പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു വിഷയം കൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവാൻ കാരണം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് താങ്കളാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആള്. അതെ, മാള കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. അതെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ഒരു കാരണം? അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാളയിൽ ഇതിക്ക് മുന്നും ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഒരു അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. അതേമാതിരി തന്നെയാണ് ഈ ഇപ്പം മാളയിൽ കുറച്ച് നാളുകളായിട്ട് ഓരോ വിഷയങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തെറ്റായ നയങ്ങൾ. എന്താണ് ഈ തെറ്റായ നയങ്ങൾ എന്ന് പറയുന്നത്? തെറ്റായ നയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് ഉണ്ടായ മാള ടൗണിനോട് ചേർന്ന് കിടക്കുന്ന മാളക്കടവിലെ മത്സ്യ മാർക്കറ്റ് ഈ തൊട്ടടുത്തുണ്ടായ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു പ്രശ്നങ്ങളാണ്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോണത്. മത്സ്യ മാർക്കറ്റ് മുസ്ലിസിൻ്റെ പദ്ധതിയുടെ പേരും പറഞ്ഞ് കുറേ നാളുകളായി ഇവിടെ കച്ചവടം ചെയ്യുന്ന മത്സ്യ മാംസം, അതുമാതിരി ചന്ത, വനിതകളുടെ തൊഴിലെടുക്കുന്ന സ്ഥാപനങ്ങൾ, പിന്നെ അങ്ങനെ നിരവധി പ്രസ് ക്ലബ്ബ്, അതായത് മാളക്കടവിലുള്ള സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളൊക്കെ നീക്കം ചെയ്തുകൊണ്ട് മുസ്ലിം പദ്ധതി കൊണ്ടുവരാൻ പോണെന്ന് 3-4 വർഷമായി ഇവിടെ പറയൽ തുടങ്ങിയിട്ട്. അപ്പം നിലവിൽ ഈ പദ്ധതി രൂപീകരിച്ച് വരുന്നിട്ടില്ല. അവർ പറയുന്ന നടപടികൾ വരാൻ പോണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവരെ മാറ്റാൻ പോകുന്നത്. അതിൻ്റെ കേസും കൂട്ടരൊക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. ആ കേസും ഇതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമുക്കിവിടെ ഉണ്ടായ സംഭവങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കേസൊക്കെ നമുക്ക് അവർ നടത്തിക്കോട്ടെ, നമുക്ക് വിഷയമൊന്നുമല്ല. അത് ആരാണ് ജയിക്കുക ആരാണ് തോക്കുക നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ അടുത്തുണ്ടായ സംഭവം, നട്ടുച്ചയ്ക്ക് മത്സ്യ മാർക്കറ്റ് വന്ന് അവർ 1:30 മണി സമയത്ത് പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയും വന്ന് അടച്ചുപൂട്ടി സീൽ വെച്ചു. അവിടെ ഒരു ഹിന്ദിക്കാരനാണ് ജോലി ചെയ്തിരുന്നത് അതിൻ്റെ ഉള്ളിൽ. ആ സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയേക്കായിരുന്നു. അവിടെ 10-40,000 രൂപയുടെ മേലുള്ള മീനും അതിൽ അപ്പുറം 2 ദിവസത്തെ വിറ്റുവരവുള്ള പൈസയും അതിൻ്റെ ഉള്ളിലുള്ള സമയത്താണ് ആരുമില്ലാത്ത ഒരു ഹിന്ദിക്കാരൻ മാത്രമുള്ളൂ എന്നുള്ള ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് വന്ന് നേരെ മീൻ മാർക്കറ്റിൽ കയറി ആ തൊഴിലാളിനെ പുറത്താക്കുകയും അതിലുള്ള മീനും അതിൻ്റെ പൈസയോ എടുക്കാതെ അവരത് അടച്ചുപൂട്ടുകയാണ് ഉണ്ടായത്. സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നിലവിലെ ഒരു കാര്യം ചോദിക്കാനുള്ള, നിലവിൽ അപ്പോൾ അത് പഞ്ചായത്തിന് അങ്ങനെ ചെയ്യാനുള്ളൊരു അവകാശം ശരിക്കും ഉണ്ടോ? ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമുള്ളൂ. സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ ഒരുപാട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന കക്ഷികൾ വാടക മുടക്കി എന്നെങ്കിലും പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇനി അതിന് പണിക്കിട്ടുണ്ടെങ്കിൽ അതിനെ ഈടാക്കാനുള്ള വഴികളുണ്ട്. ആ വഴിക്ക് പോകണം. അല്ലാതെ വന്നുകൊണ്ട് ഒരു മുന്നറിയിപ്പ് പല പ്രാവശ്യം ആദ്യം പറയുന്നു പറയണേ. കോടതിയിൽ നിന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒഴിയെന്ന് പറയുന്നല്ലാതെ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സ്ഥാപനം മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് ആ മീൻ കച്ചവടക്കാരനെ അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് അത് അടച്ചുപൂട്ടി സെയിൽ ചെയ്യുക ചെയ്തത്. അത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ചെയ്തേക്കണത്. ഭരണകക്ഷികളും ആൾക്കാർ ആ ഒരു സ്ഥാപനം മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. സെക്രട്ടറിക്ക് ഈ വിഷയം വിശദമായിട്ട് അറിയില്ല എന്നാണോ പറയുന്നത്? അത് പഠിക്കേണ്ടതാണല്ലോ. അറിയില്ല എന്ന് പറയാൻ പറ്റൂല. ഒരു പഞ്ചായത്തിൻ്റെ ഭരണകർത്താക്കൾ ചാർജ് എടുക്കുമ്പോൾ മാള പഞ്ചായത്തിനെ കുറിച്ച് പഠിക്കണം. അതാണ് ശരി. അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാ. അപ്പോൾ താങ്കൾ ഇതുമായി ബന്ധപ്പെട്ടിനകത്ത് ഇടപെട്ടത് അതായത് പഞ്ചായത്തിന്റെ വീഴ്ച എന്ന് കണ്ടുകൊണ്ടാണ്? പഞ്ചായത്തിന്റെ കൊടും വീഴ്ച, അനീതി. ഒരു 10-50 കുടുംബങ്ങളിലെ അന്നം മുട്ടിച്ചേക്കാണ്. ഒരു 50 കുടുംബങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഈ മീൻ മാർക്കറ്റ് കൊണ്ട്. അവരെ അന്നം മുട്ടിക്കുകയും അവരെ പെരുവഴിയാക്കിയേക്കണം. അതൊന്ന് വൃക്ഷം. ആ ഒരു പ്രതിഷേധത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മളിപ്പോൾ മാളയിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ കൂട്ടായ്മയിൽ ഈ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ തുറന്ന് പറയുന്നു. അത്രേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ. കൂടാതെ ഇപ്പം മാള ഗ്രാമപഞ്ചായത്ത് ആണ് വേസ്റ്റ് സ്വരൂപിച്ചുകൊണ്ട് കയറ്റിയെടുക്കുന്നത്. മാളയുടെ ചരിത്രം, മാള എന്ന് പറയുന്നത് മാളക്കടവാണ്. ആ മാളക്കടവിൻ്റെ പരിസരത്താണ് ഈ വേസ്റ്റ് കൂട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയണത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ. അല്ലാണ്ട് നമ്മൾ മാളയിലെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും
മനുഷ്യാവകാശ പ്രവർത്തകർ പറയാറില്ല. ഒരു കാര്യമുള്ളതേ, മാള പഞ്ചായത്ത് കൊണ്ടുപോയി ബാക്കിൽ, അതായത് ഈ പറയുന്ന മത്സ്യ മാർക്കറ്റിന്റെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് മാള പഞ്ചായത്ത് കൊണ്ടുപോയി ഇട്ട വേസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇവരെ പുറത്താക്കാൻ കാരണമെന്ന് പറയുന്നുണ്ട്. അതെന്തോരം സത്യമാണത്? അവര് പഞ്ചായത്ത് കൊണ്ടുവന്ന് ഇട്ടതെന്നുള്ളത് ബോധ്യമായി. ആ കൊണ്ടുവന്ന മാലിന്യം ഇട്ട ആള് ഞങ്ങളോട് തുറന്നു പറഞ്ഞു, ഞാനാണ് അതവിടെ കൊണ്ടിട്ടത്, പഞ്ചായത്ത് പറഞ്ഞിട്ട് കൊണ്ടിട്ടെന്ന്. അത് ഞങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയും അദ്ദേഹം ഞങ്ങളോട് കൃത്യമായി പറഞ്ഞ ആളെ എവിടെ വേണമെങ്കിലും പറയാമെന്ന് പറഞ്ഞേക്കണം. അത് പഞ്ചായത്തിൻ്റെയാണ്. ഈ സ്ഥാപനങ്ങളുടെ ഉള്ളിൽ അവിടെ ഒരുപാട് വീടുകൾ പരിസരത്തുണ്ട്. ആ വീടുകളുടെ പരിസരത്താണ് ഈ മാലിന്യം കൂട്ടിയിരിക്കുന്നത്. ആ പട്ടിയും കാക്കയും ഒക്കെ കുടിവെള്ളത്തിൽ കുടിസ്രോതസ്സിലേക്ക് കിണറിലേക്കൊക്കെ കൊണ്ടിടുന്ന ഒരു അവസ്ഥ ഇവിടുത്തെ നാട്ടുകാരുടെ കംപ്ലൈൻറ്റുകൾ. ജനസഞ്ചാരമുള്ള പരിസരത്താണ് ഈ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യം പഞ്ചായത്ത് കാണിക്കണം, ഈ മാള പഞ്ചായത്തിൻ്റെ വൃത്തിയും വെടുപ്പും കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് കാണിക്കുക, അല്ലാതെ ഒരു വ്യക്തിനെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് മീൻ മാർക്കറ്റ് അടച്ചുപൂട്ടുകയും തൊട്ടടുത്ത് മാംസവും ഇറച്ചിയും ചന്ത അങ്ങനെ സ്ഥാപനങ്ങൾ പ്രസ് ക്ലബ്ബ് ഒക്കെ ഇവിടെ നിലനിൽക്കുകയാണ്. ആ നിലനിൽക്കുമ്പോഴാണ് ഈ ഒരാളെ അടിച്ചുപൂട്ടിയേക്കണത്. ഒരു കാരണവശാലും ഈ മാളയിലുള്ള ജനങ്ങളെ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിന്. വ്യക്തിപരമായിട്ട് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ തീർത്തോളാം, അല്ലാതെ ഒരു സ്ഥാപനം വന്ന് കുറേ പാവങ്ങൾ അരി മേടിക്കുന്ന സ്ഥാപനം വന്ന് അടച്ചുപൂട്ടിയും ഇപ്പം എത്ര ദിവസമായി എന്നറിയാമോ? അപ്പോൾ ഈ മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയം, അതായത് അതൊരു വ്യക്തിഹത്യയാണെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത്ര പേരുടെ സ്ഥാപനങ്ങൾ നിൽക്കുമ്പോൾ ഒരാളെ മാത്രം അടച്ചുപൂട്ടാൻ ഏത് പഞ്ചായത്തിനാണ് അധികാരമുള്ളത്? ഏത് ഹൈക്കോടതിയാണ് തീരുമാനം എടുത്തേക്കുന്നത്? രേഖമൂലം കാണിക്കിട്ട് ഈ മീൻ കച്ചവടക്കാരനായ റാഫി, ആലങ്ങാട്ടുകാരൻ റാഫിയുടെ കട മാത്രം പൂട്ടാൻ എവിടെ നിന്നാണ് ഓർഡർ കിട്ടിയത്? അവിടെ നിലവിൽ കോടതിയിൽ കേസ് നടക്കുന്നതുമായി ഉള്ളതല്ലേ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കമ്മീഷൻ വന്ന് ആമീൻ വന്നൂടെ ഇവിടെ പരിശോധിച്ചിട്ട് പോയി. മീനൊക്കെ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ നിലവില് ഇപ്പോഴും ആ മീൻ അവിടെ തന്നെയാണ്, അവിടെയാണ്. അവർക്ക് എടുക്കാൻ പറ്റൂല്ലോ, ദുർഗന്ധം ഉണ്ട് അവിടെ. ഇപ്പൊ നമ്മൾക്ക് അത് തല്ലിപ്പൊളിക്കാനൊന്നും പറ്റൂല. പഞ്ചായത്ത് പൂട്ടിയേക്കണതാണ്. അവിടെ ചൂലടിച്ചിട്ട് പാടില്ല പരിസരത്ത്. അത് ഈ ജനങ്ങൾക്ക് ഇപ്പൊ വലിയ ശല്യമായിരിക്കുകയാണ്. അത് ചെറിയ ചെറിയ മീനുകളല്ല, വലിയ വലിയ മീനുകളാണ്. ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. ആ കാശൊക്കെ നഷ്ടപ്പെട്ടു. ആരാ അതിൻ്റെ ഉത്തരവാദി? ജനങ്ങളെ കൊല്ലാനുള്ള ഒരു ഭരണസമിതിയായിട്ട് മാറിയൊക്കെയാണ് മാള പഞ്ചായത്ത്, മാള ഗ്രാമപഞ്ചായത്ത്. ഇത്ര അനീതി പിടിച്ച ഒരു ഭരണസമിതി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പല രീതിയിലും പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരേ തെരഞ്ഞെടുപ്പിൽ കയറി വരും. അവരൊക്കെ പല സ്വാധീനം കൊടുത്ത് പല വോട്ട് വാങ്ങി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യാമെന്നുള്ള രീതിയാണ് ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നാണ്. അതനുസരിച്ച് ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന സെക്രട്ടറി ഇതിനെക്കുറിച്ച് പഠിക്കണം, മാളയെക്കുറിച്ച് പഠിക്കണം, മാള പഞ്ചായത്തിനെ കുറിച്ച് പഠിക്കണം. അല്ലാതെ അവിടെ ഇരിക്കുന്ന പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡൻറ്റോ പറഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ടതല്ല സെക്രട്ടറി. അത് പരിശോധിക്കണം. ആ വിഷയം എന്താണ്? മുസ്ലിംസ് പക്ഷേ മാളക്കാർ സ്വാഗതം ചെയ്യുന്നു. മാളക്കടവ് ചരിത്രമായ ഒരു കടവാണ്. എൻ്റെയൊക്കെ ഓർമ്മയിൽ ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് ബോട്ട് പോയിട്ടുള്ളതാണ്. അത് വീണ്ടും എടുക്കണം. മാളക്കാരുടെ സ്വപ്നമാണ്. അതിൻ്റെ ഞാനും മാളയിൽ ജീവിക്കുന്ന ഒരാളാണ്. അതിനൊന്നും മാളയിലെ പൊതുപ്രവർത്തകരോ ഇവിടുത്തെ കച്ചവടക്കാരോ തടസ്സമല്ല. ഇവിടെ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു വഴി ഒരുക്കി കൊടുക്കുക. അത് മാത്രമാണ് താങ്കളുടെ ഇത്. അതെ, അല്ലാതെ അവരെ ഇറക്കി വിടലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് ഇപ്പം TM പ്രതാപൻ മാളയിൽ, അത് കോട്ടപ്പുറത്ത് MLA ആയിരിക്കുന്ന സമയത്ത് മുസ്ലിംസ് കൊണ്ടുവന്നതാ. ആ കൊണ്ടുവന്നതിൻ്റെ ഭാഗമാണ് കോട്ടപ്പുറം മാർക്കറ്റ് അടക്കം ഈ മുസ്ലിംസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ നിലനിൽക്കുന്ന കച്ചവടക്കാരെ വളരെ വൃത്തിയും വെടുപ്പും കൂടി അവിടെ സ്ഥാപനങ്ങൾ കച്ചവടം ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. മാളയ്ക്ക് മാത്രം എന്താ, ഇവരെല്ലാവരും ഒഴിവാക്കിക്കൊണ്ട് മാളയിൽ മുസ്ലിംസ് മാത്രം മതിയോ? ഇവിടെ മയ്യി മാത്രം മതിയോ? എന്താണ് പഞ്ചായത്തിനോട് അവസാനമായിട്ട് താങ്കൾക്ക് പറയാം? അവസാനം എന്ന് പറഞ്ഞാൽ ഈ നടപടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവർക്ക് ഈ മാർക്കറ്റ് തുറന്നു കൊടുക്കണം. പൊതുജനങ്ങളോട് ശരിക്കും പറഞ്ഞാൽ മാപ്പ് പറയണം. അതല്ലെങ്കിൽ ഈ ഭരണസമിതിക്കും സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്ന് ഞാൻ മനുഷ്യാവകാശ പ്രവർത്തകർ പറയണം. കേസെടുക്കണം. അല്ലെങ്കിൽ ജനങ്ങളോട് പൊതുമാപ്പ് പറഞ്ഞുകൊണ്ട് ഈ മാർക്കറ്റ് തുറന്നു കൊടുക്കാനായി ഇച്ഛാശക്തി കാണിക്കണമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നത്.